ഈ ദേശത്തും ഈ കമലയിലും വന്നുകൊണ്ട് ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് ലഭിച്ച നല്ല അവസരത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമുക്കറിയാം, ഈ വർത്തമാന കാലഘട്ടം എന്ന് പറയുന്നത് വളരെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നടന്നൊരു കാലഘട്ടമാണ്. എവിടെ നോക്കിയാലും കൊലപാതകങ്ങളും ആത്മഹത്യകളും അപകട മരണങ്ങളും കൊണ്ട് വല്ലാതെ മനുഷ്യൻ ഭയന്ന് വിറച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടം. നമ്മുടെ കയ്യിലെത്തുന്ന വർത്തമാന പത്രങ്ങൾ എല്ലാ ദിവസവും നാം അത് പരതി നോക്കുമ്പോൾ അതിന്റെ വാർത്തകൾ വായിക്കുകയും കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവയ്ക്കാത്ത ഒരു മനുഷ്യൻ തന്നെ കാണുകയില്ല. മനസാക്ഷി മരവിക്കാത്ത മനുഷ്യൻ ഇതാ ഹൃദയംഗമായി പറയും, അയ്യോ എന്റെ നാടിന് എന്ത് പറ്റിപ്പോയി, എന്റെ ദേശത്തിന് എന്ത് പറ്റിപ്പോയി എന്ന് ചോദിക്കുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ നാട് അധപ്പതിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് നമ്മുടെ നാടിനെ കുറിച്ച് നമുക്ക് വലിയ അഭിമാനമായിരുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്ന നമ്മുടെ കൊച്ചു കേരളം, ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങൾ ഏറ്റവും മനോഹരമായ ഭൂപ്രകൃതി കൊണ്ടും ഇതാ മനുഷ്യന്റെ പരസ്പരമുള്ള സഹകരണം കൊണ്ടും എല്ലാ തരത്തിലും അക്ഷരാഭ്യാസത്തിലും മുൻപന്തി നിൽക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം എന്ന് പറയുന്നത്. എന്നാൽ എന്നും കൊണ്ട് മുന്നണിയിൽ നിൽക്കുന്ന ഉച്ചസ്ഥലിൽ നിൽക്കുന്ന ഈ കൊച്ചു കേരളം ഇപ്പോൾ ഇതാ ചെകുത്താന്റെ ഈറ്റില്ലമായി മാറിപ്പോയോ എന്ന് നാം സന്ദേഹിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ നാട് വല്ലാതെ മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, അപ്പൻ മക്കളെ കൊല്ലുന്നു, മക്കൾ അപ്പനെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുവാൻ കൊട്ടേഷൻ കൊടുക്കുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു. അങ്ങനെ കൊലപാതകങ്ങളുടെ കൊലപാതകങ്ങളുടെ പരമ്പരകൾ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ നാം വായിച്ച കൊലപാതകങ്ങളുടെ വാർത്തകൾ വായിച്ചു കേട്ട് നാം ഒക്കെ വല്ലാതെ ഭയന്നു പോയി. ഒരു അപ്പൻ ഒരു മകൻ തന്റെ പിതാവിനെ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ ഇതാ കൊല ചെയ്ത വാർത്ത വായിച്ചു കേട്ടിട്ട് അധികം നാളായില്ല. വയോധികനായ തന്റെ പിതാവിനെ നിഷ്കരണം ഇതാ കൊല ചെയ്ത മകനുള്ള നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതാ മയക്കുമരുന്ന് അതുപോലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യത്തിനും മയക്കുമരുന്ന് ഉപയോഗത്തിനു വേണ്ടി മനുഷ്യൻ എന്ത് ചെയ്യുവാൻ മടിക്കാത്തൊരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഇതാ മനുഷ്യൻ മൃഗതുല്യനായി മൃഗത്തെക്കാൾ അധപ്പതിച്ച തരത്തിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. മൃഗങ്ങൾ പോലും ചെയ്യുവാൻ മടിക്കുന്ന പാപകർമ്മങ്ങൾ, കൊലപാതകങ്ങൾ ചെയ്യുവാൻ മനുഷ്യൻ ഇതാ മടിക്കാതെ അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് നാം എത്തപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ലഹരി മനുഷ്യനെ ഏറ്റവും ഭയത്തിലേക്ക്, ഏറ്റവും വലിയ പാപത്തിലേക്ക് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന്, ഈ പാപത്തിൽ മനുഷ്യനെ എങ്ങനെ കരകയറ്റുവാൻ കഴിയും? നമ്മുടെ സ്കൂളിലേക്ക് വന്ന കൊച്ചുകുട്ടികൾ പോലും ഇതാ ലഹരിക്ക് അടിമപ്പെട്ട് ലഹരി ഉപയോഗിക്കുന്നതിനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ലഹരിയുടെ വലയത്തിൽ ഉൾപ്പെടുത്തുവാൻ കഴിയാൻ വേണ്ടി ഇതാ പ്രവർത്തിക്കുന്ന ലഹരി മാധ്യമങ്ങൾ നമ്മുടെ സ്കൂളുകളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ഒരു വാർത്ത ഞാൻ നിങ്ങളോട് പറയാം. ഇതാ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ചെറുപ്പക്കാരായ ആൾക്കാർ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പാൻപരാഗ് എന്ന് പറയുന്ന ഒരു ലഹരി വസ്തു. അത് കവറ് പൊട്ടിച്ച് കയ്യിലേക്ക് എടുത്ത് തിരുമിയിട്ട് ചുണ്ടിന്റെ ഇടയിലേക്ക്, നാക്കിന്റെ ഇടയിലേക്ക് കയറ്റി വെച്ചിട്ട് അതിനകത്തുള്ള കുപ്പിച്ചില്ലിന്റെ അംശങ്ങൾ നമ്മുടെ വായിൽ കൊണ്ട് മുറിവുണ്ടാക്കി അതിലേക്ക് ലഹരി ആർന്നിറങ്ങിയിട്ട് അതിന് സുഖം അനുഭവിക്കുന്ന ചെറുപ്പക്കാരെ കാണുവാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, ആ ലഹരി ഉപയോഗിക്കുന്ന പാൻപരാഗ് എന്ന് പറയുന്ന, പാൻ മസാല എന്ന് പറയുന്ന ആ മയക്കുമരുന്ന് ലഹരി ഉണ്ടാക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ കൽക്കട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിന്റെ ഉടമസ്ഥൻ, അതിന്റെ മുതലാളി എന്ന് പറയുന്നത് മാലിക് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ കുറിച്ച് ഒരു ഇന്റർവ്യൂവിൽ ഒരു പത്രക്കാരൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനത് ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ യഥേഷ്ടം വിൽക്കുന്നില്ല, പക്ഷേ ഞാനോ എന്റെ കുഞ്ഞുങ്ങളോ എന്റെ പ്രിയപ്പെട്ടവർ ഇത് ഉപയോഗിക്കുവാൻ ഞങ്ങൾ അവരെ പ്രേരിപ്പിക്കുന്നില്ല. കാരണം ഇത് വിഷമാണ്, ഇത് മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഇതാ ഇതുപോലെയുള്ള ലഹരി ഉപയോഗിച്ച മനുഷ്യൻ ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് വൈക്കകത്ത് പുണ്ണു വന്നു, വൈക്കകത്ത് ക്യാൻസർ വന്ന് വാതിറക്കുവാൻ കഴിയാതെ ഉമിനീര് പോലും കുടിച്ചിറക്കുവാൻ കഴിയാത്ത തരത്തിൽ വൈക്കകത്ത് മുറിവന്ന് മൂക്കിൽ ട്യൂബിട്ട് ഇതാ ഭക്ഷണ പദാർത്ഥങ്ങൾ അടിച്ച് ദ്രാവകത്തിലാക്കിയിട്ട് അവന്റെ മൂക്കിൽ കൂടെ ട്യൂബിൽ കൂടെ ഒഴിച്ചു കൊടുത്ത് ജീവൻ നിലനിർത്തുവാൻ വേണ്ടി മനുഷ്യൻ പെടാപ്പാടുപെടുകയാണ്. പക്ഷേ ഞങ്ങളെ കേൾക്കുന്ന ബഹുമാന സഹോദരങ്ങളെ, ഞങ്ങൾ എന്തുകൊണ്ട് പറയും, ഇതൊക്കെ കണ്ടിട്ടും മനുഷ്യൻ വീണ്ടും ഈ ലഹരിയുടെ ഉപയോഗത്തിലേക്ക്, ഈ പാപത്തിലേക്ക്, ഈ അന്ധകാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാലിക് എന്ന് പറഞ്ഞ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മകളുടെ ബർത്ത്ഡേക്ക് കൊടുത്തത് 2.5 കോടി രൂപ വരെയുള്ള പോർഷെ എന്ന് പറയുന്ന ഏറ്റവും ആഡംബരമായ ഒരു കാറാണ് തന്റെ മകൾക്ക് ഗിഫ്റ്റായി കൊടുത്തത്. ഞാൻ ചോദിച്ചോട്ടെ പ്രിയ സഹോദരങ്ങളെ, നീ ഉപയോഗിക്കുന്ന ഈ ലഹരി വസ്തു വിൽക്കുന്ന മാലിക് ചന്ദും അവന്റെ കുഞ്ഞുങ്ങളും മണിസൗധങ്ങളിൽ ജീവിക്കുന്നു, അവന്റെ കുഞ്ഞുങ്ങൾ വിദേശങ്ങളിൽ പോയി പഠിക്കുന്നു,
ഏറ്റവും ഉന്നതരായി ഏറ്റവും ആഡംബരത്തോടെ ജീവിക്കുന്നു. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന നീ ഉണ്ടല്ലോ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാതെ, നിന്റെ കുഞ്ഞിന് പനി വന്നാൽ എന്തിന് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 10 രൂപ ഓപ്പൺ ടിക്കറ്റ് എടുക്കുവാൻ പൈസ ഇല്ലാതെ, നല്ലൊരു ആഹാരം കഴിക്കുവാൻ നിവൃത്തിയില്ലാതെ, നിന്റെ കുഞ്ഞുങ്ങളെ നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുവാൻ കഴിയാതെ, നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുവാൻ കഴിയാതെ, നീയും നിന്റെ കുടുംബവും നിന്റെ കുഞ്ഞുങ്ങളും ദരിദ്രരായി പട്ടിണി കിടക്കുമ്പോൾ ഇത് ഉണ്ടാക്കുന്നവൻ, ഇത് വിൽക്കുന്നവൻ കോടീശ്വരായി വിരസുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ നിങ്ങളോട് പറയുവാൻ കാരണം ഒരു കാലത്ത് ഞങ്ങളും ഇതിനൊക്കെ അടിമപ്പെട്ടവരായിരുന്നു. മദ്യവും ലഹരിയും ഉപയോഗിച്ച് പാപത്തിന്റെ ചെളിക്കൊണ്ടിൽ കിടന്ന് ആരാലും മോചനം വരുത്തുവാൻ കഴിയാതെ പാപിയായി ജീവിച്ച ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ സമാധാനത്തെ വക്താക്കളായി ഞങ്ങൾ മാറുവാൻ ഒരു കാരണമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിലെ മുഴുവൻ പാപത്തിന് വേണ്ടി ഈ ലോകത്തിലേക്ക് ഇതാ സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരായി ജഡാവതാരം എടുത്ത് മനുഷ്യന് വേണ്ടി ഈ ലോകത്തിൽ ജീവിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് കുടന് കാല് കാഴ്ച കൊടുത്ത് ചെകിടിന് കേൾവി കൊടുത്ത് കുടനെ നടക്കുമാറാക്കി കുഷ്ഠരോഗിയെ തൊട്ട് ശുദ്ധനാക്കി വിശക്കുന്നതിന് അപ്പം നൽകി ഇതാ മരിച്ചവരെ ഉയർപ്പിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ഈ ലോകത്തിൽ 33 വർഷം ജീവിച്ച് സ്നേഹിത, നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, നിന്റെ പാപത്തെ പരിഹരിക്കുവാൻ വേണ്ടി, നീ നശിച്ച് നാശത്തിൽ പോകാതിരിക്കുവാൻ വേണ്ടി നിനക്ക് വേണ്ടി പരമയാഗമായി ഒരുവനുണ്ട്. അവനെ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ, അവനെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായാൽ, പ്രിയ സ്നേഹിത, നിന്റെ ഈ നാശഭോഗ്യമായ ജീവിതത്തിൽ നിന്ന് നിനക്ക് എന്നേക്കും സമൂലമായ മാറ്റമുണ്ടാകുവാൻ കഴിയും. ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ പ്രിയ സ്നേഹിത, ആരെങ്കിലും തന്റെ സ്നേഹിതന് വേണ്ടി ഭരിക്കാൻ തയ്യാറാകുമോ? നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം മാതൃസ്നേഹമോ അമ്മയുടെ സ്നേഹമാണ്. വിശുദ്ധ വേദോസ് പറഞ്ഞ്, പെറ്റ തള്ളതിന് കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ വായിച്ചൊരു വാർത്ത ഞാൻ പറയാം. ഒരമ്മ ഒരു മാളിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി കാറിലേക്ക് സാധനങ്ങൾ വെക്കുന്ന തിരക്കിൽ തന്റെ കൂടെ ഉണ്ടായിരുന്ന തന്റെ പിഞ്ചോമന കുഞ്ഞിനെ മറന്നുപോയി വാഹനത്തിൽ കയറി യാത്ര ചെയ്ത് വീട്ടിലെത്തിയ കഥ നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരെ. അമ്മ പോലും തന്റെ കുഞ്ഞിനെ മറക്കുമ്പോൾ ഇതാ കർത്താവ് പറഞ്ഞു, യേശു പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ സ്നേഹത്തെ ഇളക്കുവാൻ വേണ്ടി ഒരുപറ്റ ശാസ്ത്രജ്ഞന്മാർ ചെയ്ത ഒരു ശാസ്ത്ര പരീക്ഷണെ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. അവര് അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് ഒരു കുരങ്ങിനെയും അതിന്റെ കുട്ടിയുമാണ്. ഒരു അമ്മക്കുരങ്ങിനെയും ഒരു കുട്ടിക്കുരങ്ങിനെയും കൂടെ അവർ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഈ അമ്മയുടെ സ്നേഹം എത്ര വലുതാണെന്ന് ലോകത്തോട് കാണിക്കുവാൻ, അതാണ് ഏറ്റവും വലുത് കാണിക്കുവാൻ വേണ്ടി അവരൊരു പരീക്ഷണം നടത്തുകയാണ്. പരീക്ഷണത്തിന് വേണ്ടി ഈ അമ്മക്കുരങ്ങിനെയും കുട്ടിക്കുരങ്ങിനെയും ഒരു വലിയ ഗ്ലാസ് ജാറിലേക്ക് ഇറക്കി നിർത്തിയിട്ട് ഗ്ലാസ് ജാറിലേക്ക് അവർ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി. വെള്ളം വീഴുന്നതനുസരിച്ച് ഈ അമ്മക്കുരങ്ങ് തന്നെ കുട്ടിക്കുരങ്ങിനെ തന്റെ കയ്യിലേക്ക് എടുക്കാൻ തുടങ്ങി, തന്നെ മാറോട് ചേർത്ത് പിടിക്കാൻ തുടങ്ങി. അവസാനം വെള്ളം വീണ്ടും വീണപ്പോൾ ഈ അമ്മക്കുരങ്ങ് തന്നെ കുട്ടിക്കുരങ്ങിനെ തന്റെ പുറത്ത് എടുത്തു വെക്കാൻ തുടങ്ങി. വീണ്ടും വെള്ളം വീണപ്പോൾ ഈ അമ്മക്കുരങ്ങ് തന്നെ കുഞ്ഞിനെ തന്റെ തലയിലേക്ക് വെക്കുകയുണ്ടായി. വീണ്ടും വെള്ളം വീണപ്പോൾ ഈ അമ്മക്കുരങ്ങ് തന്നെ കുഞ്ഞിനെ എടുത്ത് ഉയർത്തിപ്പിടിക്കാൻ തുടങ്ങി. വീണ്ടും വെള്ളം വീണപ്പോൾ ഈ അമ്മക്കുരങ്ങ് തന്റെ 4 കാലിൽ നിൽക്കുന്ന അമ്മ 2 കാലിൽ നിന്ന് ഉയർന്നു നിന്ന് കുഞ്ഞിനെ മേലോട്ട് ഉയർത്തിപ്പിടിക്കാൻ തുടങ്ങി. വീണ്ടും വീണ്ടും വെള്ളമൊഴിച്ചു. അങ്ങനെ അമ്മക്കുരങ്ങ് എത്ര ഉയർന്നിട്ടും തന്റെ തലയ്ക്ക് മുകളിൽ വെള്ളം വീണപ്പോൾ, തന്റെ മൂക്കിനകത്ത് വെള്ളം കയറാൻ തുടങ്ങിയപ്പോൾ, തന്റെ ശ്വാസം നിലയ്ക്കാൻ തുടങ്ങിയപ്പോൾ, ഇതുവരെ തന്റെ കുഞ്ഞിനെ, തന്റെ അരുമയായ കുഞ്ഞിനെ ചേർത്ത് നിർത്തി അതിനെ സംരക്ഷിക്കുവാൻ, രക്ഷിക്കുവാൻ ശ്രമിച്ച അമ്മക്കുരങ്ങ് ചെയ്തു കേൾക്കണമോ എന്റെ മാന്യ ശ്രോതാവേ? ആ കുട്ടിക്കുരങ്ങിനെ ഗ്ലാസിലെ വെള്ളത്തിലേക്ക് ഇറക്കി നിർത്തിയിട്ട് ആ കുഞ്ഞിന്റെ മുകളിലേക്ക് അമ്മ കയറി നിന്നു. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യന്റെ സ്നേഹം അത്രയേ ഉള്ളൂ. ഈ ലോകത്തിലെ നമ്മുടെയൊക്കെ സ്നേഹം അത്രയേ ഉള്ളൂ. സ്വന്തം ജീവൻ അപകടത്തിലാകുമ്പോൾ അതിനെ നമുക്കാർക്കും ആ ജീവൻ അപകടത്തിൽപ്പെടുത്തുവാൻ കഴിയയില്ല. നമുക്ക് വലുത് നമ്മുടെ ജീവനാണ്. പക്ഷേ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന, ഞാൻ ഇവിടെ പ്രസംഗിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തു കൊണ്ടുള്ള പ്രിയപ്പെട്ടവരെ, നിനക്ക് വേണ്ടി സ്നേഹിത, എന്നെ കേൾക്കുന്ന മാതാവേ, എന്നെ കേൾക്കുന്ന പിതാവേ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നിനക്ക് വേണ്ടി അവൻ തന്നെ സ്വന്തം ജീവനെ വെച്ചു കൊടുത്തു. കാൽവറിയിലേക്ക് നോക്കിയേ, ആ കാൽവറിയുടെ കൊലക്കലത്ത് കുരിശിൽ ഇതാ മനുഷ്യവർഗത്തിലെ മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇതാ ശരീരം മുഴുവൻ മുറിവേറ്റവനായി, ശരീരം മുഴുവൻ അടികൊണ്ട് മുറിവേറ്റ് രക്തം വാർന്നൊഴുതവനായി, ഇതാ തന്നെ ക്രൂശിക്കുവാനുള്ള മരക്കുരിശ് സ്വയം വഹിച്ചുകൊണ്ട് ഗോകുൽത്തായിലേക്ക് കയറി ചെന്നിട്ട് ഇതാ പ്രിയ
സ്നേഹിത, നിനക്ക് വേണ്ടി ആ മരക്കുരിശിൽ എന്റെ യേശുവിനെ മരത്തിൽ കിടത്തി അവന്റെ കൈകളിലും കാലിലും കാലിലുമായി അരിച്ച് തകർത്തിട്ട് കയറ്റിയിട്ട് ഇതാ ആ മരക്കുരിശിൽ രണ്ടു കള്ളന്മാരുടെ മധ്യേ യേശുവിനെ ക്രൂശിച്ചു. സ്നേഹിത, പലപ്പോഴും പലരും പറയാറുണ്ട്, ഇതാ ക്രൂശിൽ സ്വയം രക്ഷിക്കുവാൻ കഴിയാത്തവനാണ് നിങ്ങൾ പ്രസംഗിക്കുന്ന യേശു എന്ന്. അല്ല സ്നേഹിതന, യേശു ലോകത്തിലേക്ക് വന്നത് നിന്റെ പാപത്തിന് പരിഹാരമായി മരണം മരിക്കുവാൻ വേണ്ടിയാണ്. പക്ഷേ മരിച്ച യേശുവിനെ ഇതാ അടക്കി വെക്കുവാൻ ഒരിക്കലും മരണത്തിന് അടക്കി വെക്കുവാൻ കഴിഞ്ഞില്ല. മൂന്നാം ദിവസം ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രൂശിൽ മരിച്ച യേശു കല്ലറയെ ഭേദിച്ചുകൊണ്ട്, മരണത്തെ ഭേദിച്ചുകൊണ്ട് പ്രിയ സ്നേഹിത അവൻ ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ ലോകത്തിൽ മഹാരഥന്മാരായ ഒത്തിരി പേര് വന്നു, ഒത്തിരി രാഷ്ട്രീയ നേതാക്കന്മാർ വന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വരുത്തിക്കൊടുത്ത മഹാത്മജി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ലോക പ്രശസ്തരായ നേതാക്കന്മാർ, രാഷ്ട്രീയക്കാർ, സാഹിത്യ ചിന്തകന്മാർ, ആചാര്യന്മാരൊക്കെ വന്നു. പക്ഷേ അവരൊക്കെ മരിച്ചു മൺമറഞ്ഞു. അവരുടെ കല്ലറകൾ ഇപ്പോൾ മറഞ്ഞു കിടക്കുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന ലോകത്തിന്റെ രക്ഷകനായ യേശു, പ്രിയ സ്നേഹിത, അവൻ ഉയർത്തെഴുന്നേറ്റു. അവിടെ ഇപ്പോഴൊരു വാക്കുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ്. സ്നേഹിത, യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇതാ നിങ്ങൾക്ക് വേണ്ടി, നിന്നെ രക്ഷിക്കുവാൻ വേണ്ടി, നിന്റെ പാപത്തെ പരിഹരിക്കുവാൻ വേണ്ടി, നിനക്ക് നിത്യമായ സ്വർഗ്ഗം തരാൻ വേണ്ടി അവൻ ഉയരത്തിൽ സ്വർഗത്തിൽ പിതാവിന്റെ മഹിമയിൽ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാ. സ്നേഹിത, ഞങ്ങൾ പറഞ്ഞവസാനിപ്പിക്കുകയാ. ആ യേശു താമസമിന ഇതാ ഭൂമിയിലേക്ക് വീണ്ടും വരാൻ പോകുകയാണ്. സ്നേഹിത, നിന്നെ ചേർക്കുവാൻ വേണ്ടി. ഒരിക്കൽ യേശു വന്നത് പാപിയെ തേടിയാണെങ്കിൽ ഇനി യേശു വരുന്നത് പാപിയെ തേടിയല്ല, പാപത്തോട് വിട പറഞ്ഞ്, പാപ സ്വഭാവത്തോട് വിട പറഞ്ഞ് യേശു ക്രിസ്തു ദൈവമെന്ന് അംഗീകരിച്ച്, യേശു ക്രിസ്തു രക്ഷിതാവായി സ്വീകരിച്ച്, യേശു ക്രിസ്തുവിന്റെ കൽപ്പന പ്രമാണിച്ച്, യേശുവിന് വേണ്ടി ഹൃദയം സമർപ്പിച്ച് അവന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന തന്റെ വിശുദ്ധരെ ചേർക്കുവാൻ അവൻ താമസം വരാൻ പോകുകയാണ്, വെളിപ്പെടാൻ പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ മരണശേഷം മനുഷ്യന് ഒരു നിത്യതയുണ്ട്. എല്ലാ മതങ്ങളും എല്ലാവരും ഒരുപോലെ പഠിപ്പിക്കുന്ന മനുഷ്യന് നിത്യതയുണ്ട്. നിത്യ സ്വർഗമുണ്ട്, നിത്യ നരകമുണ്ട്. സ്നേഹിത, നിത്യ സ്വർഗത്തിൽ പോകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു, ഇതാ ലോകത്തിന്റെ രക്ഷിതാവായ യേശുവിനെ നീ അംഗീകരിക്കൂ. യേശു ക്രിസ്തു മുഖാന്തരമല്ലാതെ ആർക്കും സ്വർഗത്തിലെത്തുവാൻ കഴിയില്ല. സ്നേഹിത, അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ നീ അംഗീകരിക്കാൻ തയ്യാറായാൽ, വിശ്വസിക്കാൻ തയ്യാറായാൽ, അവനെ ദൈവമെന്ന് അംഗീകരിക്കാൻ തയ്യാറായാൽ, അവന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചടക്കപ്പെട്ടു നീ വിശ്വസിക്കാൻ തയ്യാറായാൽ, സ്നേഹിത, നിത്യമായ സ്വർഗത്തിൽ ഓഹരിക്കാരായി തീരുവാൻ നിനക്കിടയായി തീരും. അതുകൊണ്ട് ഒരിക്കൽ പാപിയെ തേടി ഈ ലോകത്തിലേക്ക് വന്ന യേശു ഇനി പാപിയെ തേടിയല്ല, പാപത്തോട് വിട പറഞ്ഞ്, പാപ സ്വഭാവത്തെ ഉപേക്ഷിച്ച് നിത്യമായ രക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ ഇതാ യേശു താമസമിന വരാപോകയാണ്. യേശു ക്രിസ്തുവിന്റെ കാഹളം ധരിക്കുമ്പോൾ, പ്രിയ സ്നേഹിത, ആ കാഹള ശബ്ദം നിന്റെ ചെവിയിൽ കേൾക്കണമെങ്കിൽ നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവനോട് കൂടെ ജീവിക്കുവാൻ, അവനെ അംഗീകരിക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ ആ ശബ്ദം കേൾക്കുവാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ജാതി മാറണ്ട, മതം മാറണ്ട, പേര് മാറണ്ട, ഒന്നും മാറണ്ട. ഹൃദയത്തിനകത്ത് യേശുവേ, ഞാനൊരു പാപിയായ മനുഷ്യനാ, ഞാനൊരു ശാപത്തിൽ പിറന്ന മനുഷ്യനാ, എനിക്ക് അങ്ങ് ദൈവം എന്ന് അറിയത്തില്ല, പക്ഷെ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് ദൈവമാ, ഞാൻ അങ്ങേ ദൈവമായി അംഗീകരിക്കുന്നു, അങ്ങേ ഞാൻ സ്വീകരിക്കുന്നു. എന്റെ ഹൃദയത്തിലേക്ക്, എന്റെ ഭ്രമണത്തിലേക്ക് ഒന്ന് വരണമേ, എന്റെ ശാപങ്ങൾ ഒന്ന് മാറ്റണമേ, എന്റെ പാപത്തിൽ ഒന്ന് ക്ഷമിക്കണമേ, എന്നെ അങ്ങയുടെ മകളായി മാറ്റണമേ എന്ന് ഹൃദയംഗമായി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ പകൽ ഞങ്ങളെ കേട്ടുള്ള മാന്യ സ്നേഹിത, നിങ്ങളെ രക്ഷിക്കുവാൻ യേശു താമസമില്ല. ഇതാ ഇപ്പോൾ നീ രക്ഷാവാചകം എടുത്തു പറയുന്ന നിമിഷം തന്നെ നിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ നിന്റെ വീട്ടിലേക്ക് നിന്റെ സമീപം ഇറങ്ങി വരികയാണ്. ഞങ്ങൾ പറഞ്ഞവസാനിപ്പിക്കുന്നു. യേശു ക്രിസ്തു താമസത്തിന് വെളിപ്പെടാൻ പോവുകയാണ്.